ഫ്രീക്കന്മാർ എന്നതാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ പുതിയ മക്കളിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുള്ള യുവാക്കളിൽ, നിങ്ങളുടെ നാട്ടിലുള്ള യൗവനങ്ങളിൽ കയ്യിൽ വളയിട്ട് നടക്കുന്ന, കഴുത്തിൽ വെള്ളിയുടെയോ സ്വർണത്തിന്റെയോ ചെയിൻ ധരിക്കുന്ന, മുടിയൊക്കെ വല്ലാതെ വളർത്തി അതൊക്കെ ഇങ്ങനെ ഒരു തരം വിലക്ഷണമായ രൂപത്തിൽ കാണിക്കുന്ന പുതിയ കുട്ടികളുണ്ടോ? ഇതൊക്കെ ഇന്നിങ്ങനെ പരസ്യമായി പറയുമ്പോൾ നമുക്ക് വലിയ അപകടവും വല്ലാത്ത ഒരു അപകർഷതാബോധമൊക്കെ തോന്നേണ്ട ഒരു കാലമാണെന്ന് തോന്നിപ്പോകും. പക്ഷേ ഞാനിത് മുഅ്മിനീങ്ങളോട് ഉപദേശിക്കുകയാണ്. ഓരോരുത്തർക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് ജീവിക്കുന്നതിനനുസരിച്ചുള്ള വസ്ത്രധാരണം, അവരുടെ മുടി, മുഖം, താടി, അതിൻ്റെ ഒരു ശൈലി നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ എല്ലാവരും ഒരേപോലെ ഞാൻ ഈ ധരിക്കുന്നത് പോലെയുള്ള ജുബായും മുണ്ടോ ഇടണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കൂല. വെള്ള വസ്ത്രം ധരിക്കും, അത് ഞാൻ ധരിച്ച രൂപത്തിലാവൂല, നമ്മുടെ മുമ്പിലിരിക്കുന്ന സഹോദരന്മാർ ധരിച്ചിട്ടുണ്ടാവുക. അതല്ലെങ്കിൽ പാന്റും ഷർട്ടും ധരിക്കുന്നത് ഓരോരുത്തരും പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ആയിരിക്കും. തലയിലുള്ള തൊപ്പി അങ്ങനെയായിരിക്കും. നിങ്ങൾ ഈ സഹോദരിമാർ ധരിച്ചിരിക്കുന്ന അവരുടെ പരമ്പരാഗതമായ വസ്ത്രധാരണ രീതി അങ്ങനെയായിരിക്കും. എന്നാലോ നമ്മൾ ഇന്ന് കാണുന്ന കുഞ്ഞുങ്ങളിൽ, നമ്മൾ ഇന്ന് കാണുന്ന കുട്ടികളിൽ എങ്ങനെയാണ് അവരുടെ കൈകളിലേക്ക് മറ്റുള്ള നമ്മൾക്ക് സാധാരണ കാണാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വല്ലാത്ത ഒരു മാനസികമായ ഒരു അരോചകമായിട്ട് മറ്റുള്ളവർക്ക് അനുഭവപ്പെടുന്ന രീതിയിൽ. അപ്പൊ നമ്മളുടെ കുട്ടികളുടെ മുദ്രാവാക്യം എന്താണ്? ഇതിന്റെ ഫ്രീഡാണല്ലോ, ഞാൻ കയ്യിൽ വളരണോ, ഞാൻ കഴുത്തിൽ വെള്ളിയുടെ മാല ഇടണോ, ഇതെന്റെ ഫ്രീഡാണല്ലോ, ഞാൻ മുടി വളർത്തണോ. ഈ അടുത്ത് നമ്മൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഒരു ദൃശ്യം കണ്ടപ്പോ വല്ലാതെ ഞെട്ടിപ്പോയി. ഒക്കെ വലിയ അപകടമാണ്. കാരണം ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ നമ്മൾ ഒരാളോട് ചോദിക്കാൻ പറ്റുമോ പറ്റൂലേ എന്നൊക്കെ വെറുപ്പോടെ കണ്ടിരുന്ന കാര്യങ്ങളാണ് ഇന്ന് യൂട്യൂബർമാർ, വ്ളോഗർമാര് നമ്മളുടെ കുട്ടികളുടെ അടുക്കൽ പോയിട്ട് ചോദിക്കുന്നത്. അതിലൊരു കുട്ടിയോട് ചോദിക്കുന്ന ഒരു ചോദ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്താണെന്നറിയോ? ഈ കേരളത്തില് അല്ലെങ്കിൽ ഇന്ത്യയില് നിയമവിധേയമാക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയമം എന്താണ്? ആ കുട്ടി ഒരൊറ്റ മറുപടിയാണ്. എന്താണ്? രണ്ട് കുട്ടികളുണ്ട്, രണ്ട് ചെറിയ കുട്ടികളാണ്, ഒരു 14-15 വയസ്സുണ്ടാവും. അവര് പറയണത് എന്താണെന്നറിയോ? കഞ്ചാവ് നിയമവിധേയമാക്കണം. ബാക്കിയുള്ളതെല്ലാം നിയമവിധേയമായിട്ടുണ്ട്. ഇനി അതും കൂടെ അതിന്റെ പേരിൽ പരിഹസിക്കപ്പെടാൻ പാടില്ല, അതിന്റെ പേരിൽ അകറ്റി നിർത്തപ്പെടാൻ പാടില്ല. ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ഈ പറയുന്ന ഈ സ്വഭാവങ്ങളുണ്ടല്ലോ, അവരുടെ വസ്ത്രധാരണം, ആ വസ്ത്രത്തിൽ അവർ മാന്യത പുലർത്താത്തവരായ രൂപത്തിൽ കീറിയ രൂപത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുമ്പോ, കൈകാലുകളിൽ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ടുള്ള ചെയിനുകളും വളകളും ഒക്കെ ധരിക്കുമ്പോ, അവരുടെ തലമുടികളൊന്നും നമ്മുടെ നാടിനോടും ദീനിന്റെ സംസ്കാരങ്ങളോടും യോജിക്കാത്ത രീതിയിൽ അവരൊരു പ്രത്യേകമായ രൂപത്തിലും ഭാവത്തിലുമാക്കി അവര് നടത്തുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ? അങ്ങനെയുള്ള കുട്ടികളുടെ മനസ്സ് വിശുദ്ധമല്ല എങ്കിൽ, ആ മനസ്സിൽ അവരുടെ വല്ലാതെ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമാണ് എങ്കിൽ, അത്തരം കാര്യങ്ങൾ നമ്മളുടെ വ്യക്തിപരമായ അപകടം മാത്രമല്ല, നമ്മളുടെ സമൂഹത്തിന്റെ സന്തുലിതാവസ്ഥയെ തന്നെ അത് തകർത്തു കളയും. നിങ്ങൾ കണ്ടിട്ടില്ലേ അങ്ങനെയുള്ള കുട്ടികൾ ബൈക്കുകളിൽ യാത്ര ചെയ്യുന്നത്? ഹെൽമെറ്റ് ധരിക്കൂല അവര്. ചോദിച്ചാൽ അവരെന്താ പറയാ? അത് മുടിക്ക് പ്രയാസമാണ്, അതുകൊണ്ട് ഹെൽമെറ്റ് ധരിക്കൂല. അവർ വലിയ ദേഷ്യക്കാരാണ്. അവർ യാത്ര ചെയ്യുമ്പോൾ അമിതമായ വേഗതയിൽ യാത്ര ചെയ്യുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് എത്ര വിഷമമാണ്. അവരുമായിട്ട് ഏതെങ്കിലും ഒരു തർക്കമുണ്ടാകുന്ന സാഹചര്യങ്ങളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ. പുതിയ കുട്ടികൾ, ഞാൻ എല്ലാ കുട്ടികളെയും ആക്ഷേപിക്കല്ല, എന്റെ കുട്ടികളെ നിങ്ങളോടും കൂടിയാണ് ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നമ്മളുടെ മക്കൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാനാ പറയുന്നത്. ഒരു ഭയം എന്ന് പറയുന്ന ഒരു സംഗതി കുട്ടികളുടെ മനസ്സിൽ വരുന്നില്ല. കുട്ടികൾ ഭയക്കണ്ട എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയൊക്കെ അഭിപ്രായം. പക്ഷെ മനുഷ്യനാണെങ്കിൽ ഏതൊരു കാര്യത്തിനും ഒരു വ്യവസ്ഥയും നിയമമൊക്കെ ഉണ്ട്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഈ റോഡിലൂടെ ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിന് എത്ര നിയമങ്ങളും കാര്യങ്ങളും ഇന്ത്യയിലുണ്ട്, അല്ലേ? അതിന് നമ്മൾ പാലിക്കേണ്ട കുറെ മര്യാദകളുണ്ട്. ഒരു റോഡിലൂടെ എന്തിനേറെ പറയണം, റോഡ് ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ, അപ്പൊ ഈ വീടിനെ സംബന്ധിച്ച് ആ വീട് ആ കോലത്തിൽ ഉണ്ടാക്കണമെങ്കിൽ എന്തെല്ലാം നിയമങ്ങൾ, എന്തെല്ലാം നൂലാമാലകൾ, അതിന്റെ നിർമ്മാണത്തിൽ പാലിക്കേണ്ട മര്യാദകൾ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്.
ഇത് ആ വീടിന്റെ നിർമ്മാണത്തിലും റോഡിലൂടെയുള്ള സഞ്ചാരത്തിലും മാത്രമല്ല, ഇത് ഓരോ വ്യക്തിയുടെയും വ്യക്തിത്വ നിർമ്മാണത്തിൽ, ആ വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ ഈ നിയമങ്ങളും വ്യവസ്ഥകളും പാലിക്കപ്പെട്ടാൽ മാത്രമേ അവൻ അതിന്റെ ഗുണമുണ്ടാവൂ, അവന്റെ മാതാപിതാക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവൂ, അവന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് അതിന്റെ ഗുണമുണ്ടാവുകയുള്ളൂ. വ്യവസ്ഥാപിതമായി സദാചാര മൂല്യത്തോടെ മുന്നോട്ട് പോകുവാൻ ആ പ്രിയപ്പെട്ട തലമുറക്ക് സാധ്യമാവുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ മദീനയിൽ ഇതിനേക്കാൾ കഠിനമായ ഒരു തലമുറയായിരുന്നു അഭിമുഖീകരിച്ചത്. മക്കയിലും വ്യത്യസ്തമായിരുന്നില്ല. തമ്മീലടിച്ചും അഹങ്കരിച്ചും കരൾ കൊത്തിപ്പറിച്ചും ചവച്ചും പുളച്ചാർത്ത ഗോത്രക്കുറുമ്പിനെ കാട്ടുക്രൗര്യങ്ങളെ ശാന്തി സങ്കീർത്തനമാക്കിയ നായക. ആ മാതൃക നമ്മൾ പിൻപറ്റുമ്പോൾ നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്നത് എന്താണ്? പുതിയ തലമുറക്ക് മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായ സ്നേഹം ലഭ്യമാവണം. ചെറുപ്പം മുതലേ അവരുടെ വളർച്ച നമ്മൾ ഇങ്ങനെ നോക്കിക്കാണണം. മാതാപിതാക്കൾ വളരെ കൃത്യമായി ഈ കാലഘട്ടത്തിൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ മക്കളുടെ പ്രായം, അവർ വളരുന്നതിന്റെ ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ, അവർ പോകുന്ന വിദ്യാഭ്യാസ മേഖലയിലുള്ള പരിഷ്കരണങ്ങൾ, അവർ കാണാൻ സാധ്യതയുള്ള ചുറ്റുപാടുകളിലുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ച് മാതാപിതാക്കൾ കൃത്യമായി അറിവുള്ളവരാകണം. എന്നിട്ട് ആ മക്കൾ തിന്മകളിൽ പെടാതിരിക്കാനും ആ മക്കളുടെ വ്യക്തിത്വം വികസിച്ച് അവർ ഊർജ്ജസ്വലമായി മുന്നോട്ട് പോകുവാനും ആവശ്യമായ ഗംഭീരമാർന്ന തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഉമ്മയുടെയും ഉപ്പയുടെയും ഭാഗത്ത് നിന്നുണ്ടാവണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അനിവാര്യമായ കാര്യമാണ്. നമ്മൾ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട സംഗതിയാണ്. അത് മാതാപിതാക്കൾ പഠിക്കാത്തത് കൊണ്ടാണ് മക്കൾ പലപ്പോഴും ചെറുപ്പത്തിലെ മൊബൈൽ ഫോണിലേക്ക് കയറുന്നത്. മൊബൈൽ ഫോൺ ഒരിക്കലും മക്കളുടെ ഒരു കളിപ്പാട്ടമല്ലല്ലോ. പക്ഷെ നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അറിയും, മക്കൾ പലപ്പോഴും മൊബൈൽ ഫോണുകളെക്കാൾ കൂടുതൽ അവർക്ക് സൗകര്യപ്രദമായ ടാബുകളാണ് കളിപ്പാട്ടമാക്കി വെച്ചിട്ടുള്ളത്. ടാബുകൾ കളിപ്പാട്ടമല്ല. ടാബുകളിലൂടെ, ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ ആ മക്കളുടെ മനസ്സും അവരുടെ മസ്തിഷ്കവും അവർക്ക് യാതൊരു ഗുണവുമില്ലാത്ത കാര്യങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന വളരെ പ്രയാസകരമായ ഒരനുഭവത്തെ നമുക്ക് നോക്കിക്കാണുവാൻ കഴിയും. കാരണം അവർ കാണുന്ന എന്താണെന്നറിയോ? അവർ കാണുന്നത് സിനിമയിലുള്ള സംഘടനകളാണ്. അവർ കാണുന്നത് സോഷ്യൽ മീഡിയയിലുള്ള വളരെ വൾഗറായിരിക്കുന്ന തമാശകളാണ്. നിങ്ങൾ എന്നോട് പിണങ്ങരുത്. നമ്മളിത് സാധാരണ നമ്മളെപ്പോലെയുള്ള മുതിർന്ന ആളുകൾക്ക്, പ്രായമേറിയ ആളുകൾക്ക് നമുക്ക് ജോലിയും മറ്റുള്ള തിരക്കുകളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ അടിമകളായിട്ട് മാറാൻ കഴിയുന്നില്ല എന്നുള്ളൊരു സൗകര്യമുണ്ട്, അല്ലേ? എനിക്ക് വഴല് പറയണം, എനിക്ക് യാത്ര ചെയ്യണം, ഡ്രൈവ് ചെയ്യണം, എനിക്ക് എൻ്റെ മാതാപിതാക്കളോട് സംസാരിക്കണം, എനിക്ക് മറ്റു പല കാര്യങ്ങളിൽ ഏർപ്പെടണം എന്നുള്ളതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ അടിമകളായിട്ട് മാറാനുള്ള ടൈം എനിക്കില്ല. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്കൊന്നുമില്ല. എന്താണ്? 100 കൂട്ടം കാര്യങ്ങളല്ലേ ജീവിതത്തില്. ഇനി ആ കാര്യങ്ങൾക്കിടയിലും അതിന്റെ അടിമകളാകുന്നതിനോട് വർത്താനമല്ല. ആ കാര്യങ്ങൾക്കിടയിലും ഞാൻ ഈ പറഞ്ഞതുപോലെ അവൻ അതിനേക്കാളും ഈ പറഞ്ഞതിന്റെ അപ്പുറത്തുള്ള അടിമയാണ് അവൻ. അവൻ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ്, വാട്സാപ്പിൽ സംസാരിച്ചിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഉദാഹരണം, അവനോട് വർത്തമാനമില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? എന്നാ ഈ മോന് പ്രത്യേകിച്ച് വീട്ടിൽ അവന് പണി നോക്കാൻ കഴിയുന്നില്ല. സ്കൂൾ ദിവസങ്ങളിൽ അവൻ സ്കൂളിൽ നിന്ന് വന്നാൽ വീട്ടിൽ വാതിലടച്ചു കഴിഞ്ഞാൽ അവനെല്ലാം ഈ മായാ ലോകത്തുകൂടെ സഞ്ചരിക്കുമ്പോഴാണ് അവൻ വാഹനവുമായിട്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കാൻ കൊടുക്കുന്നത് തന്നെ വാപ്പാര് ചെയ്യുന്ന, ഈ നാടിനോട് ചെയ്യുന്ന വലിയ ക്രൂരകൃത്യമാണ്. അത് മുസ്ലിം സമുദായത്തിൽ മാത്രമല്ല, നമ്മളത് വളരെ ഗൗരവത്തോടെ നാട്ടിൽ വലിയ ക്രിമിനൽ കുറ്റമാണ്. പത്രത്തിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അങ്ങനെ ലൈസൻസിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പ്രായത്തിൽ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ബൈക്ക് ഓടിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്ര രൂപയാ ഫൈന്? എത്ര രൂപയാ ഫൈന് അറിയോ? എത്രയാണ്? 25,000 രൂപയാണ്. അത് വെറുതെ അല്ല, 25,000 രൂപ.
നിങ്ങളൊന്ന് വെറുതെ പോയി നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള കുട്ടികള് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. റോഡിന്റെ വക്കുകളിൽ പ്രായമുള്ള ആളുകളോട് തർക്കിക്കുകയാണ് അവര്. അധ്യാപകന്മാര് അതല്ലെങ്കിൽ മറ്റ് അവര് ബഹുമാനിക്കേണ്ട ആളുകളോടൊക്കെയുള്ള തർക്കങ്ങളൊന്നും അവർ നിർത്തിയിട്ടില്ല. ഇതൊരു ബന്ധമില്ലാത്ത ആളുകൾ ഇടിക്കാൻ ചൊല്ലുന്നു, തകർക്കാൻ ചൊല്ലുന്നു, ഘോരമായി സംസാരിക്കാൻ ചൊല്ലുന്നു. പ്രത്യേകിച്ച് നമ്മളുടെ മക്കൾ അവരുടെ കൗമാരപ്രായത്തിൽ, അവരുടെ ആ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ എവിടേക്കെങ്കിലും ടൂർ പോവുകയാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഞാൻ എല്ലാവരെയും ആക്ഷേപിക്കുകയല്ല, തിന്മകളെ മാത്രം എടുത്ത് പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കുകയും വേണ്ട. പക്ഷെ നമ്മളുടെ മക്കൾ, ഞാൻ എന്നോട് പറയുന്നു, എൻ്റെ മക്കൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അകപ്പെടാതിരിക്കാനുള്ള ശ്രദ്ധ എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണ്ടേ. അവിടെയാണ് നമ്മൾ വിശുദ്ധമായ മദീന നഗരിയിലേക്ക് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് സ്വഹാബികൾ ആവശ്യപ്പെട്ട ഒരു രംഗത്തെ നമ്മൾ കാണേണ്ടത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങേ കൊണ്ടുപോകാൻ വന്നതാണ്. അഖബ ഉടമ്പടിയിൽ അവർ സംസാരിച്ച കാര്യമായിരുന്നു അത്. യാ റസൂലല്ലാഹ്, ഞങ്ങൾ അങ്ങയുടെ അടുക്കലേക്ക് വന്നതാണ്. നിങ്ങൾ ആലോചിക്കണം, അവരിൽ 11 പുരുഷന്മാരും അവരിൽ 80 പുരുഷന്മാരും 9 സ്ത്രീകളും ഉണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഖബയിൽ വെച്ച് 11ാം വർഷവും നുബുവത്തിന്റെ 11ാം വർഷവും 12ാം വർഷവും വലിയ ഉടമ്പടികൾ നടത്തിയ ചരിത്രം നമുക്കറിയാം. അങ്ങനെ ആ ഉടമ്പടികൾ നടത്തിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് വന്ന ആ ആളുകളോട് ഖസ്റജ് ഗോത്രത്തിലെ 10 ആളുകളും ഔസ് ഗോത്രത്തിലെ 2 ആളുകളും ഒന്നാമത്തെ അഖബ ഉടമ്പടി, അത് കഴിഞ്ഞ് രണ്ടാമത്തെ അഖബ ഉടമ്പടി ആകുമ്പോഴേക്ക് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കാണ്. അപ്പൊ ഒരു നാട് മുഴുവൻ വിചാരിക്കുന്നത് എന്താണ്? മദീനയിൽ റസൂലുള്ളാഹി എത്തിയിട്ടില്ല. പക്ഷെ ആ നാട്ടുകാർ പറയുന്നത് എന്താണ്? നബിയുടെ അടുക്കൽ വന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾക്ക് നന്നാവണം, നിങ്ങൾ ഞങ്ങളോടൊപ്പം ഒരാളെ പറഞ്ഞേക്കണം. നന്മ തേടുന്ന ആളുകൾ അങ്ങനെയാണ്. അതിപ്പത്തെ കാലല്ലേ, മക്കളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും. മക്കളൊക്കെ ആ ലോകത്ത് തന്നെ ആയിരിക്കും. ഇന്നലെ വെള്ളിയാഴ്ച, ഇന്നലെയാണോ മിനിഞ്ഞാന്നാണോ വെള്ളിയാഴ്ച? മിനിഞ്ഞാന്ന് വെള്ളിയാഴ്ച ആലുവയിലുള്ള ഒരു ASI എൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ ഒരാളെൻ്റെ അടുക്കൽ. എന്നിട്ട് അയാൾ എന്നോട് പറഞ്ഞു, ഉസ്താദ് പ്രസംഗിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പറയണം. അപ്പൊ എന്താ കാര്യം? അയാൾ പറയാണ്, ന്യൂ ഇയറിന്റെ ഡ്യൂട്ടി നോക്കാൻ വേണ്ടിയിട്ട് അയാൾ ഉദ്യോഗസ്ഥനായിട്ട് സേവനം ചെയ്യുന്ന സ്റ്റേഷന്റെ പരിധിയിൽ ഇറങ്ങിയിട്ട് നോക്കിയപ്പോ, ഉസ്താദേ, അപ്പൊ നമ്മളുടെ ഈ വടക്കൻ ഭാഗത്താണല്ലോ കാര്യമായിട്ട് പ്രസംഗത്തിന് പോകാറുള്ളത്. നമ്മളുടെ ഭാഗങ്ങളിൽ നിന്ന് നമ്മളുടെ കുട്ടികൾ പഠിക്കാൻ വേണ്ടിയും വിദ്യാഭ്യാസം നേടാൻ വേണ്ടിയും വന്നവര് വല്ലാതെ വഴിവിട്ടു പോകുന്നത് പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്കതിൽ നടപടിയെടുത്തൂടെ? നടപടിയെടുക്കേണ്ട കാര്യമില്ലല്ലോ, നടപടിയെടുക്കാൻ പാടില്ലല്ലോ. അയാളൊരു സത്യവിശ്വാസിയായതുകൊണ്ട്, ഈമാനുള്ള ആളായതുകൊണ്ടും എന്നോടത് ഉപദേശിക്കാൻ, ആളുകളോട് ഓർമ്മപ്പെടുത്താൻ പറഞ്ഞതാണ്. നമ്മളുടെ മക്കൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നു, നമ്മളുടെ മക്കൾ അങ്ങോട്ട് ജോലിക്ക് വേണ്ടി പോകുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് പോയി അവരുടെ ജീവിതത്തിൽ ഒരിക്കലും പാടില്ലാത്ത കാര്യങ്ങൾ, പ്രണയം എന്ന പേരിൽ, സ്വാതന്ത്ര്യം എന്ന പേരിൽ അവർ ആഘോഷിക്കുമ്പോ വലിയ അപകടം നമുക്ക് വരുമെന്ന് എന്നോട് ഓർമ്മപ്പെടുത്താൻ ആ സഹോദരൻ പറഞ്ഞത് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർത്തെടുക്കുകയാണ്. നന്നാകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ചെയ്യേണ്ട സ്വഭാവമാണ് മദീനക്കാർ ചെയ്തത്. നബിയെ, ഞങ്ങൾക്ക് അങ്ങനെ ഒരാളെ പറഞ്ഞയച്ചു തരണം. അപ്പൊ റസൂലുള്ളാഹി പറഞ്ഞു, ശരി, നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ ഒരിക്കലും അല്ലാഹുവുമായിട്ടൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് നിങ്ങൾ എന്നോട് സത്യം ചെയ്യണേ. നിങ്ങൾ മോഷ്ടിക്കുകയില്ല, നിങ്ങൾ വ്യഭിചരിക്കുകയില്ല, നിങ്ങൾ കുഞ്ഞുങ്ങളെ കൊല്ലുകയില്ല. ഞങ്ങൾ ഒരിക്കലും ഞങ്ങൾക്കിടയിൽ ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങളുടെ പേരിൽ സംഘട്ടനങ്ങൾ ഉണ്ടാക്കുകയില്ല എന്ന് നിങ്ങൾ എന്നോട് സത്യം ചെയ്യണേ. അങ്ങനെ അവര് സത്യം ചെയ്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മിസ്അബ് ബിൻ ഉമൈറിനെ പറഞ്ഞേക്കാൻ തീരുമാനിച്ചവരോടൊപ്പം മദീനയിലേക്ക്. അപ്പൊ ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു, നബിയെ, അല്ല ഞങ്ങളിതൊക്കെ ചെയ്തപ്പോ എന്താ ഞങ്ങൾക്ക് അതുകൊണ്ട് കിട്ടണല്ലോ.
അവിടുന്ന് പറഞ്ഞ മറുപടി അൽ ജന്ന മദീന കോ ജായേ ഏ ജി ചാഹതാ ഹൈ മുഖദ്ദർ ബനായേ ये जी चाहता है मदीना के आका तो आलम के मौला तेरे पास आए ये जी चाहता है मदीना के आका मुहम्मद की बातें मुहम्मद की सीरत सुने और सुना ये जी चाहता है വിശുദ്ധമായ മദീനയിലേക്ക് അവരെ നന്നാക്കാൻ, അവരെ നേരായ മാർഗത്തിന്റെ വഴിയിലേക്ക് നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ മദീനയിലേക്ക് പോകുന്നതിന്റെ മുമ്പ് മഹാനായ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്ന ചെറുപ്പക്കാരനായ ധീരനായ മനുഷ്യനെ പറഞ്ഞേക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ? ചെറുതായിട്ട്. ഞാൻ പ്രസംഗം തുടങ്ങിയിട്ട് എത്ര നേരമായി? ഒരു മണിക്കൂർ ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ തുടങ്ങുകയാണല്ലേ ലൈവ് അല്ലേ? ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നിട്ട് സുബൈർ ഉസ്താദ് എഴുന്നേറ്റ് നിൽക്കണ്ട കേട്ടോ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ്, നീ ദീർഘായുസ് കൊടുക്കണേ തമ്പുരാന്. അദ്ദേഹം ഒരു 2020 മുതൽ 2000 മുതൽ അല്ലേ, ഒരു 2000 മുതൽ ഞങ്ങൾ തമ്മിൽ പരിചയക്കാരായ ആളുകളാണ്. ഓടി നടന്ന് വാഴ്ന്നു പറഞ്ഞിരുന്ന ആളാണ്. എല്ലാ സദസ്സുകളിലും ക്ഷണിക്കപ്പെട്ടിരുന്ന ആളാണ്. ഇതിനെ ഒരുപാട് കാലം ഖിദ്മത്ത് ചെയ്തിരുന്ന വലിയൊരു കുടുംബത്തിലെ പ്രതിനിധിയാണ്. അവരുടെ ഉപ്പയും അവരുടെ സഹോദരനും ഒക്കെ പലരും മരണപ്പെട്ടു പോയി. അവരുടെ ഖബറുകൾ അല്ലാഹു വിശാലമാക്കി കൊടുക്കട്ടെ. കഠിനമായ ഒരു രോഗം, കിഡ്നിയുമായി ബന്ധപ്പെട്ടൊരു രോഗം സഹോദരനായ സുബൈർ ബാക്കവിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റിയിട്ട് അതിൻ്റെ പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതൊന്നും നമ്മളുടെ മുമ്പിൽ പ്രകടിപ്പിക്കാതെ ഇങ്ങനെയുള്ള സദസ്സിൽ നമുക്ക് എന്താ തോന്നിയത്? അദ്ദേഹത്തിന്റെ സംസാരം കേട്ടപ്പോൾ ആ മനസ്സിന്റെ കരുത്താണ്. അപ്പൊ ഇങ്ങനെ സദസ്സിലേക്ക് വരുമ്പോ അതൊരു ഒരു എനർജിയാണ്, ഒരു രോഗിക്ക് ലഭ്യമാകുന്ന ഒരു എനർജിയാണ്. ആ എനർജി അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്തിട്ട് നമ്മൾ നേടിക്കൊടുക്കണം. നമുക്കൊരു മാതൃക കൂടെയാണത്. രോഗമാണ്, ഇനി ഒരു രക്ഷയില്ല, കരഞ്ഞവിടെ ഇരിക്കുക, പുറത്തേക്കൊന്നും ഇറങ്ങണില്ല, ആരോട് ഇത്തരം കാര്യങ്ങൾ ഇനി ആൾക്കാർ കണ്ട എന്താ വിചാരിക്കുക, എന്നോടൊരു സഹതാപം തോന്നും. അതൊന്നുമില്ല. അള്ളാഹു തന്ന ആ വിധിയിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ഇതുപോലുള്ള മജ്ലിസുകളിൽ നേരത്തെ പിന്നെന്താണ് നമ്മളുടെ ലുക്മാൻ ഉസ്താദ് ചോദിക്കുന്നുണ്ട്, അദ്ദേഹം എല്ലാ സദസ്സുകളിലും സാധാരണ പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലല്ലേ? അപ്പൊ ഞാൻ മറുപടി പറഞ്ഞു, ഞാൻ പോണ വാളുകളുടെ സദസ്സിൽ ഈ പരിസരത്ത് വരുന്നിടത്തൊക്കെ സുബൈർ ബാക്കവി ഉണ്ടാവും എന്നുള്ള കാര്യം. കാരണം അദ്ദേഹം വരും, അദ്ദേഹത്തിന് അതൊരു ഇഷ്ടമാണ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അള്ളാഹു ആരോഗ്യം കൊടുക്കട്ടെ, മക്കളെയൊക്കെ അള്ളാഹു അദ്ദേഹം ഉദ്ദേശിച്ചതിലുപരിയായ വലിയ ആലിമീങ്ങളാക്കി കൊടുക്കട്ടെ, സ്വാലിഹീങ്ങളാക്കി കൊടുക്കട്ടെ. അങ്ങനെയാണല്ലോ ദുആ, അങ്ങനെയാണല്ലോ. പടച്ചോനെ, മഹാനായ സയ്യിദുന സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ ദുആയാണത്. പടച്ചോനെ, എനിക്ക് മക്കളെ തരുമ്പോ എന്താവണം? യരിസുനി വയരിസു മിൻ ആലി യാഖൂബ് വജഅൽഹു റബ്ബി റളിയ. ഞാനൊരു മുസ്ലിയാരാണ്, ഞാനൊരു ദീനി ദഅവത്ത് നടത്തിയിരുന്ന ആളാണ്. അപ്പൊ എൻ്റെ ആ വഴിയിൽ ദീനി ദഅവത്ത് നടത്തുന്ന പണ്ഡിതനായ ഒരാളെ, അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അള്ളാഹു അങ്ങനെയുള്ള മക്കളെയൊക്കെ, സ്വാലിഹീങ്ങളായ മക്കളെയൊക്കെ കൊടുക്കട്ടെ. അപ്പൊ നമ്മളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നൊരു ചെറിയ സ്വലാത്ത് ചൊല്ലിയാൽ, എനിക്ക് ഇൻഷാ അല്ലാഹ് ഒരു സ്വലാത്തൊക്കെ ചൊല്ലിയാൽ, സഹോദരിമാര് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് എഴുന്നേറ്റ് നിന്നോളൂ. അള്ളാഹ്, അവർ കുറെ ആൾക്കാർ അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനത് തമാശ പറയല്ല. 2-3 ദിവസം മുമ്പ് എൻ്റെ പ്രിയതമ എൻ്റെ കൂടെ പ്രസംഗത്തിന് വേണ്ടി വന്നു. അങ്ങനെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് 2-3 ദിവസം, ഒരാഴ്ച മുമ്പ്. അപ്പൊ ഞാൻ വെറുതെ തമാശയിൽ ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം? തമാശയുള്ള കാര്യത്തിൽ തന്നെ ചോദിച്ചതാണ്, എങ്ങനെ ഉണ്ടായിരുന്നു പ്രസംഗം എന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് പറയാണ്, ഞാനൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. യാ അല്ലാഹ്. അപ്പൊ ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ പറയാണ്, അവന്റെ അപ്പുറത്തുള്ള സഹോദരി ഉറങ്ങാണ്, എൻ്റെ അപ്പുറത്ത് കസേരയിൽ ഒരു കുട്ടി ഇരിക്കുകയാണ്, അവളാണെങ്കിൽ ആകെ ഉറങ്ങി വീഴാണ്. അത് കണ്ടോ പിന്നെ ഞാനും അറിയാതെ ഉറങ്ങിയത്. അപ്പൊ ഈ രീതിയിലാണ് സഹോദരിമാര് വരുന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇനി എല്ലാ സദസ്സുകളിലും ഇതുപോലെ കൊണ്ടുപോയിട്ട് അവിടെ നോക്കാൻ വേണ്ടി പറയണോന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എല്ലാവരും എഴുന്നേറ്റ് നിന്ന സ്ഥിതിക്ക് ഒരു സ്വലാത്ത്. അശ്റഖൽ ബദ്റു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ല ഹുസ്നിക മാ റഅയ്നാ ഖത്തു യാ വജ്ഹ സുറൂരി യാ നബി.
عليكم أنت شمس أنت بدر أنت نور فوق نوري أنت إكسير وغالي أنت مصباح الصدور يا نبي عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم من رأى وجهك يسعد يا كريم الوالدين حول مبارك بردنا يوم النشور يا نبي سلام عليكم سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. ഉറക്ക് അശ്രദ്ധ പോയ ആളുകൾക്കൊക്കെ അവിടെ ഇരിക്കാവുന്നതാണ്. അല്ലാഹുവേ ഈ സദസ്സ് സ്വീകരിക്കണേ തമ്പുരാനെ. ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാഹ്. എല്ലാവരുടെയും ഉറക്കവും അശ്രദ്ധയൊക്കെ പോയ സ്ഥിതിക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്, അല്ലേ? സന്തോഷാവൂല്ലേ? അത് മറ്റൊന്നുമല്ല, ബക്കറ്റുമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് നമ്മുടെ സംഘാടകർ വരുന്നുണ്ട് എന്നുള്ളതാണ്. സന്തോഷമുള്ള കാര്യം തന്നെ അല്ലേ? അൽഹംദുലില്ലാ. എന്നാ വേഗം വരട്ടെ, ഞാൻ തന്നെ ചെറുതായിട്ട് തുടങ്ങിക്കോളാം. ബക്കറ്റ് വരട്ടെ. അത് ചെറിയ ബക്കറ്റാണല്ലോ. ഇവരൊക്കെ കാര്യമായിട്ട് സ്വതക്കെ തരാൻ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബക്കറ്റ് നിറയൂലേ? ഇൻഷാ അല്ലാഹ് മാറ്റണമെങ്കിൽ മാറ്റുമല്ലോ. വേഗം വരും. എന്താണ് ബക്കറ്റാണ് ആദ്യം വരേണ്ടത്. സഹോദരിമാരൊക്കെ കാര്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുന്ന ഞാൻ വിചാരിക്കും. കീശയിൽ തപ്പി നോക്കിയിട്ട് കിട്ടുന്നതിൽ ഏറ്റവും ചെറുതെടുക്കരുത് കേട്ടോ. അതൊക്കെ നിരോധിക്കപ്പെടുന്ന കാലമാണ്. ബിസ്മില്ലാ. സ്വതക്ക ഇടുക എന്നുള്ളത് മാത്രമല്ല, നല്ലൊരു മുറാദ്. പടച്ചോനെ പെട്ടതെല്ലാവരും കാണുമല്ലോ, നോട്ടിനെ നിറം നോക്കിയാൽ മനസ്സിലാവുമല്ലേ ഏതാണെന്നുള്ളത്. ഏതായാലും നല്ല നിയ്യത്ത്. പടച്ചവനെ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, എന്ത് ഹലാലായ നിയ്യത്തോടെയാണോ ആ ബക്കറ്റിലേക്ക് സദഖ ചെയ്യുന്നത്, അതിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാ. എല്ലാ കെടുതികളിൽ നിന്നും മോചനം നൽകണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിനെ അവർ കൊണ്ടുപോയപ്പോൾ മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു മദീനയിലെ ജനങ്ങൾക്കിടയിലൂടെ പ്രബോധനം നടത്തുകയാണ്. ആ പ്രബോധനത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താണ്? ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലാണ് മുസ്അബ് തന്റെ സതുപദേശങ്ങൾ പറയുന്നത്. പരിചയമില്ലാത്ത ഒരു നാടാണ്, അവിടെ നബി എത്തിയിട്ടില്ല. മദീനയിൽ മുത്ത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടില്ല. അതിനു മുമ്പാണ് അദ്ദേഹത്തിന് അറിയാവുന്ന ഖുർആനിന്റെ വചനങ്ങൾ ഇങ്ങനെ ഓതിക്കൊടുക്കും. ചരിത്രത്തിൽ കാണുവാൻ കഴിയും, ഒരു ദിവസം മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു കുറച്ച് ആളുകളെ ഒരുമിച്ച് കൂട്ടി. ബനൂ ലഫ്ർ എന്ന് പറയുന്ന വിഭാഗത്തിന്റെ തോട്ടത്തിലാണ് അവർ കൂടിയിട്ടുള്ളത്. അവര് കുറെ ആളുകളുണ്ട്. അവരോട് മുസ്അബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഇങ്ങനെ മദ്ഹ് പറയുകയാണ് സ്നേഹത്തോടെ. ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ ഇങ്ങനെ പറയാണ്. ഈമാനിലേക്ക് അവരെ ഇങ്ങനെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് തോട്ടത്തിന്റെ കുറച്ചപ്പുറത്തായി രണ്ട് യുവ സുഹൃത്തുക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാൾ മഹാനായ ഉസൈദ് ഇബ്നു ഹുളൈർ റളിയല്ലാഹു അൻഹു, രണ്ടാമത്തെയാൾ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു. ഞാനിത് പറയുമ്പോ അബ്ബാസ് ഒന്ന് കുറക്കിട്ടോ. ഞാനിത് പറയുമ്പോ നിങ്ങൾ ആലോചിക്കണേ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ പലപ്പോഴും വൈകാരികമായി കാര്യങ്ങളെ കാണും. അത് നമ്മളുടെ ഒരു പ്രശ്നമാണെന്ന് മാത്രമല്ല, പല കലാപങ്ങൾക്കും നാട്ടിലുണ്ടാകുന്ന പല കുഴപ്പങ്ങൾക്കും കാരണം ഈ വൈകാരികതയായിരിക്കും, അല്ലേ? വൈകാരികത
അതല്ലെങ്കിൽ നമ്മളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം ഒരു ആലോചനയും ഒരു ചിന്തയും ഇല്ലാതെ അങ്ങ് എടുത്തു ചാടി ചെയ്യാന്നുള്ളത് ഗുണത്തെക്കാൾ ദോഷമാണ് സൃഷ്ടിക്കുക. ഒരു നിമിഷത്തെ ആ കോപത്തോടു കൂടിയുള്ള പ്രവർത്തനം ജീവിതകാലം മുഴുവൻ ദുഃഖിക്കാൻ ഇടവരുത്തുന്നത് എത്രയോ വലിയ അനുഭവങ്ങളാണ്. അപ്പൊ ചെറുപ്പക്കാരികളുടെയും സഹോദരിമാരായ യുവതികളുടെയൊക്കെ മനസ്സിലുണ്ടാകേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ? നമ്മൾ ഈ പ്രായത്തിന് ഇങ്ങനെ ഒരു വൈകാരികമായ തലമുണ്ട്. ചിലപ്പം കേട്ടാൽ ഇങ്ങനെ അങ്ങ് ചെയ്താലോ, ഇങ്ങനെ അങ്ങ് പറഞ്ഞാലോ, ആ പറച്ചിൽ ഒരുപാട് ആലോചിച്ച് വേണം. മല്ലം യുവക്കിർ കബീറനാ വലം യർഹം സഗീറനാ ഫലൈസ മിന്നാ. വലിയവരെ ആദരിക്കാത്ത ആളുകൾ നമ്മളിൽപ്പെട്ടവരല്ല. മുതിർന്ന ആളുകളെ നമ്മൾ ആദരിക്കേണ്ട കാരണങ്ങളിൽ പ്രധാനപ്പെട്ട അവർക്കുള്ള ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളതാണ്. പ്രായത്തെ ബഹുമാനിക്കണം, അവരുടെ ആ തലമുടി നരച്ചതിനെ ബഹുമാനിക്കണം. ഇതൊക്കെ ദീനിന്റെ മാർഗമാണ്. അവർക്ക് ആദരവ് നൽകണം. ആ ആദരവ് നൽകുന്ന ഒരു പാരമ്പര്യം നമ്മളുടെ നാട്ടിൽ നിലനിന്നിരുന്നു. ഓരോരുത്തരുടെയും കുടുംബ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ ദിനങ്ങൾക്ക് നേതൃത്വവും കാർമ്മികത്വവും വഹിച്ചിരുന്നത് അങ്ങനെയുള്ള പ്രായമേറിയ ആളുകളുടെ നിർദ്ദേശങ്ങളാലും തീരുമാനത്താലുമായിരുന്നു. അത് കാരണത്താൽ അതിൽ വലിയ ബറക്കത്തും ഹൈറും നമുക്ക് കാണുവാൻ കഴിഞ്ഞിരുന്നു. ഇത് രണ്ടൊന്ന് കൂട്ടും, നല്ല ബറക്കത്തും ഹൈറും കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? ഒരു 20 കൊല്ലം മുമ്പ് നമ്മളുടെ നാട്ടിലൊക്കെ കല്യാണ നിശ്ചയങ്ങൾ നടക്കും. കല്യാണ നിശ്ചയം എന്ന് പറഞ്ഞാൽ ആരാണ് അതിലെ പ്രമുഖ കാർമ്മികത്വം ആരാ വഹിക്കുക? വലിയ കാർമ്മികത്വം ആരാ വഹിക്കുക? നമ്മളുടെ അമ്മാവന്മാരുണ്ടാവും, വല്യമ്മമാരുണ്ടാവും, എല്ലാ കുടുംബത്തിലെയും കാരണവന്മാരുണ്ടാവും. എന്നിട്ട് അവരായിരിക്കും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതും തീരുമാനിക്കുന്നതും. അത്തരം സദസ്സുകളിൽ ആലിമീങ്ങൾക്ക് വലിയ അംഗീകാരമുണ്ടാകും. അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ മജ്ലിസ് തുടങ്ങുന്നതും മുടങ്ങുന്നതും. ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന ദമ്പതികൾക്ക് അല്ലാഹു അതിന്റെ വലിയ ഒരു റഹ്മത്ത് നൽകും, വലിയ തൗഫീഖ കുടുംബത്തിന് അല്ലാഹു നൽകും. നന്ന് നമ്മളുടെ കുട്ടികളിൽ എന്തുകൊണ്ടത് കാണാൻ കഴിയുന്നില്ല? അവരാദ്യമേ പറയും അങ്ങനെ ഒരു ചടങ്ങ് വേണ്ട. ചടങ്ങ് എന്താണ്? വലിയ മിഠായികളുടെ കൂമ്പാരങ്ങൾ കൊണ്ടുവന്നിട്ട് പുതിയ രൂപങ്ങൾ ഉണ്ടാക്കി സമർപ്പിക്കുക. ഇവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. അള്ളാഹു നമ്മളുടെ ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. ചർച്ചയും തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ടാവും. ഞാൻ നിങ്ങളോട് പറയണം, അങ്ങനെ ഞാൻ ഈ ആദ്യം പറഞ്ഞ രൂപമല്ലേ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹം കിട്ടുന്ന കാര്യം? രണ്ടാമതായി ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചിലപ്പോൾ ചില നാടുകളിലുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ പ്രവർത്തിക്കുവാനും മുന്നിൽ വരാനും അല്ലാഹു വലിയ അവസരങ്ങൾ നൽകും. ആ സന്ദർഭത്തിൽ നമ്മളുടെ നാടുകളിൽ കഴിഞ്ഞുപോയ പ്രായമേറിയ നിരവധി ആളുകൾ ഉണ്ടാവും. അവരെ ഒരിക്കലും നമ്മൾ അപമാനിക്കാൻ പാടില്ല. പലപ്പോഴും നമ്മളോട് വേദനയോടുകൂടെ പല നാടുകളിൽ നിന്നും പങ്കുവെക്കുന്ന കാര്യമാണ്, മഹലിന്റെ ജനറൽ ബോഡി ഉണ്ടാവുകയാണ്, അതല്ലെങ്കിൽ മദ്രസയുടെ എന്തെങ്കിലും മീറ്റിംഗ് ഉണ്ടാവുകയാണ്, ഇവിടെ ചെറുപ്പക്കാരൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ ഇങ്ങനെയൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. പ്രായമായ ആളുകൾ അല്ലെങ്കിൽ ഒരു 70, 75 വയസ്സായ ആളുകൾ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങൾ മുന്നോട്ട് പോകും. നമുക്കതിനെ എതിർത്ത് പറയാം, നമുക്ക് സംസാരിക്കാം. പക്ഷെ എങ്ങനെയാ പലപ്പോഴും പ്രതികരിക്കുക? തന്റെ പിതാവിന്റെ സഹപ്രവർത്തകരായവർ, തന്റെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നേതൃത്വം നൽകിയവർ, അങ്ങനെയുള്ളവരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ ചെറുപ്പക്കാരായിരിക്കുന്ന കൂട്ടുകാരെ 100 വട്ടം നമ്മൾ ആലോചിക്കണം. നാളെ നമുക്കും പ്രായമാകാനുള്ളതാണ്, നാളെ നമ്മുടെയും നെറ്റി ചുളിയാനുള്ളതാണ്, നാളെ നമ്മുടെയും തലമുടി നരക്കാനുള്ളതാണ്. അതിനു പകരം അല്ലാഹു ദുനിയാവിൽ കാണിച്ചു തന്നിട്ടല്ലാതെ അല്ലാഹു തആല ദുനിയാവിൽ നിന്ന് പോകാൻ നമ്മളെ അനുവദിക്കുകയില്ല. എന്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളെ, നിങ്ങളുടെ വീടുകളിലുള്ള ഉമ്മമാരുണ്ടാവും, അമ്മായി ഉമ്മമാരുണ്ടാവും, അവരോടൊക്കെ നിങ്ങൾ സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും സമീപനമാണ് കാണിക്കേണ്ടത്. നിങ്ങളുടെ ഊർജ്ജസ്വലതയോ നിങ്ങളുടെ വിദ്യാഭ്യാസമോ അല്ല അവർ പറയുന്നതിന്റെ മാനദണ്ഡം. അവര് പറയുന്നതിന്റെ മാനദണ്ഡം അവർ ഈ ലോകത്തെ കണ്ടവരാണ്, അവര് സങ്കടങ്ങളെ അനുഭവിച്ചവരാണ്, അവർ പ്രസവം നടത്തിയവരാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളണം.
പെൺകുട്ടികൾ ഉൾക്കൊള്ളണം, പ്രായമേറിയവരെ അംഗീകരിക്കണം. വൈകാരികതകൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന രീതിയായാൽ ഒരു നന്മകളും ലോകത്തുണ്ടാവുക എന്നുള്ളത് അസാധ്യമായ ഒരു സംഗതിയായിരിക്കും. കാര്യങ്ങൾ അവധാനതയോടെ തീരുമാനിക്കണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത് അൽ അജലത്തു മിനശ് ശൈത്വാൻ. ധൃതി എന്ന് പറഞ്ഞാൽ അത് പൈശാചികാണ്. നമ്മളെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നു. അതുകൊണ്ടാണല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ നോട്ടീസോ പോസ്റ്ററോ ഒക്കെ കാണും. നമ്മൾ വിചാരിക്കുകയാണ് ശരിയാണ്, അത് 100 ആളുകൾക്ക് എത്തിച്ചു കൊടുത്തതിന് ശേഷമായിരിക്കും അത് നുണയാണെന്ന് അറിയാം. അന്വേഷിക്കാൻ തയ്യാറാവൂല. നമ്മളുടെ ലക്ഷ്യം എന്താണ്? ഇത് കണ്ടാൽ ആദ്യം ഞാനായിരിക്കണം അത് അറിയിച്ചു കൊടുക്കേണ്ടത്. അവിടെയാണ് ഈ രണ്ടുപേരും മദീനയിൽ കാണിച്ച പക്വതയോടുകൂടെയുള്ള സമീപനത്തെ നമ്മൾ കാണേണ്ടത്. ഉസൈദ് പറയുകയാ ഉസൈദിനോട്, സഅദ് പറയുന്നു, ഉസൈദേ, കുറെ ദിവസമായി നമ്മുടെ നാട്ടുകാരെ വഴിതെറ്റിക്കാൻ ഒരാൾ വരുന്നു. നീ നിന്റെ വാളെടുത്തുകൊണ്ട് അയാളുടെ അടുക്കലേക്ക് ചൊല്ല്, എന്നിട്ട് അയാളുടെ തലയങ്ങ് വെട്ടിക്കളയൂ. നീ അയാളെ വെച്ചേക്കേണ്ടതില്ല, ഞാൻ കുറച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് വരാം. ഉസൈദ് വല്ലാത്ത വൈകാരിക വല്ലാത്ത ചിന്തയുള്ള ആളാണ്. ഉസൈദ് ചൊല്ലുന്നു, വാളെടുത്ത് ചൊല്ലുന്നു. പക്ഷേ ആ യാത്രക്കിടയിൽ ഉസൈദ് ചിന്തിക്കുകയാണ്, ഞാനൊന്ന് എന്താണ് ഇയാൾ പറയുന്നതൊന്ന് കേൾക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന്റെ ക്ലാസ് ഇങ്ങനെ കേട്ടു നിന്നു, ഖുർആനായത്ത് ഇങ്ങനെ കേട്ടു നിന്നു. നിന്ന് വാളക്കുറയിലേക്ക് ഇട്ടു, നൃത്തം മാറ്റിയിട്ട് അവിടെ പോയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ ഉസൈദ് വരുന്നില്ല. സഅദ് ഇറങ്ങി. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി. ആഹാ, എന്താ ഉസൈദ് വരാത്തത്? നീ ഉസൈദിനെ അവര് വല്ലതും ചെയ്തു കാണുമോ? അദ്ദേഹം ചെന്നപ്പോഴുണ്ട് ഉസൈദും സദസ്സിലിരിക്കുന്നു. അദ്ദേഹം തീരുമാനിച്ചു, ഞാനും കൂടി അങ്ങിരുന്നാലോ. മനസ്സിലുള്ള തണുപ്പ് അങ്ങ് വന്നു, കുളിർമ അങ്ങ് വന്നു. രണ്ടുപേരും പിന്നെ കൂടുതൽ കാലം കാത്തു നിന്നില്ല. നുബുവത്തിന്റെ ആ 13-ാം വർഷം മിസ്അബ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം അവർ തിരിച്ചെത്തുമ്പോ റസൂലിനെ കാണാൻ 75 ആളുകളാണ് മുഅ്മിനീങ്ങളെ വരുന്നത്. അതിന് നേതൃത്വം നൽകുന്നത് 30 വയസ്സ് പ്രായമുള്ള മഹാനായ സയ്യിദുനാ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ആണ്. മഹാനായ ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ആണ്. അവരുടെ ഇരുവരുടെയും കൈപിടിച്ച് 75 ആളുകളിൽ ഉള്ളവരുടെ കൈപിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ അവരോട് ഉടമ്പടി ചെയ്യുകയാണ്. ഒടുവിൽ അവർ റസൂലുള്ളാഹിനോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളുടെ കൂടെ മദീനയിലേക്ക് വരുമോ നബിയേ? ഇവിടെ അങ്ങേക്ക് പ്രയാസമുണ്ടല്ലോ, ഇവിടെ അങ്ങയെ വധിക്കാൻ തക്കം പാർത്ത് നടക്കുന്നുണ്ടല്ലോ. ഞങ്ങളുടെ കൂടെ അങ്ങ് വന്നാൽ ഞങ്ങൾ അങ്ങയെ സംരക്ഷിക്കും നബിയേ, ഞങ്ങൾ അങ്ങയെ സഹായിക്കും നബിയേ. അങ്ങേക്കെതിരെ ആര് വന്നാലും അവരെ ഞങ്ങൾ തളർത്തി കളയും നബിയേ. ഞങ്ങളുടെ ഭാര്യമാരെക്കാളും ഞങ്ങളുടെ സന്താനങ്ങളെക്കാളും ഞങ്ങൾ അങ്ങയെ കാക്കും യാ റസൂലല്ലാഹ്. ഹബീബായ റസൂലിനോട് ഇതിവർ പറഞ്ഞ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എങ്കിൽ ഞാൻ നിങ്ങളിലേക്ക് വരാൻ തയ്യാറാണ്, അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകട്ടെ എന്ന് പറയുമ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വന്നു, അങ്ങ് ഞങ്ങളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. അല്ലാഹു അങ്ങേക്ക് വിജയം നൽകിയാൽ അങ്ങ് ഇങ്ങോട്ട് തന്നെ മടങ്ങിപ്പോരുമോ നബിയേ? അങ്ങ് ഞങ്ങളെ ഒഴിവാക്കി വരുമോ നബിയേ? റസൂല് പുഞ്ചിരിച്ചു. നിങ്ങൾ നോക്കണം, മദീനയിൽ നിന്ന് വന്ന ആ സ്വഹാബികളുടെ മനസ്സിൽ ഒരല്പസമയം റസൂലുള്ളാഹിന്റെ കൂടെ നിന്നപ്പോ അവർക്കറിയാം ഇതെല്ലാം പരാജയപ്പെടാനുള്ളതാണ്. വിശ്വാസത്തിനാണ് വിജയമുണ്ടാവുക, ഹബീബായ നബിക്കാണ് അന്തിമ വിജയമുണ്ടാവുക. റസൂലുള്ള പറയുകയാണ്, സ്വഹാബാ, ഇനി മുതൽ എന്റെ രക്തം നിങ്ങളുടെ രക്തമാണ്, ഞാൻ നിങ്ങളോടൊപ്പമുള്ളയാളാണ്. അന മിൻകും വ അൻതും മിന്നീ, ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുള്ളയാളാണ്, നിങ്ങൾ എന്റെ കൂട്ടത്തിലുള്ളയാളാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവർക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുകയാണ്. പിന്നെ ഈ യുവാക്കൾ എന്ത് ചെയ്യുന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി, തന്റെ കുടുംബക്കാരോട് സംസാരിച്ചു.
താൻ സത്യസന്ധനല്ലേ എന്നവരോട് ചോദിച്ചു. നീ സത്യമല്ലാതെ ഞങ്ങളുടെ മുമ്പിലൊന്നും പറയാറില്ല, എന്നാ ഞാൻ നിങ്ങളോട് ഇനി ഒരു സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന് ചോദിച്ചു. നീ പറ, ഞങ്ങൾ കേൾക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഈ സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും എന്നെ അംഗീകരിക്കുന്നില്ല എങ്കിൽ ഞാൻ അവരുമായി പിന്നീട് പിണങ്ങും. എല്ലാവരും അംഗീകരിച്ചു, ഗോത്രം മുഴുവൻ അംഗീകരിച്ചു. മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് എത്തി. എപ്പോഴും നബിയോടൊപ്പം ആ ചെറുപ്പക്കാരനുണ്ടാവും. റസൂലുള്ളാഹി തങ്ങൾ ബദറിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബും സഹാബികളും ഇങ്ങനെ ഇരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അപ്പോഴാണ് 1000-ഓളം വരുന്ന ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അബൂജഹലിന്റെ നേതൃത്വത്തിൽ വലിയ ഒരു സൈന്യം അങ്ങയെ ആക്രമിക്കാൻ വരുന്നുണ്ട് എന്ന വിവരം റസൂലുള്ളാഹി ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് 313 ആളുകൾ. അവരിങ്ങനെ ഇരിക്കുമ്പോ നബി ഇങ്ങനെ ആലോചിച്ചത് ആദ്യം ഇവരോടൊന്നും അങ്ങോട്ട് ചർച്ച ചെയ്യാം. കാരണം യുദ്ധം ഇവർ പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ. ഇവർ അബൂ സുഫിയാന്റെ കുറച്ച് ആളുകളുണ്ട്, അവരെയൊക്കെ ചുരുട്ടിക്കൂട്ടി കൊണ്ടുപോകാൻ എന്നുള്ളതാണ് ലക്ഷീകരിച്ചത്. ഇപ്പോഴാണ് 1000 ആളുകൾ വരുന്നത്. അപ്പൊ ഇവരുടെ ഇടയിൽ മുഹാജിറുകൾ ഉണ്ട്. മുഹാജിറുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല, റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിലേക്ക് വന്ന ആളുകൾ. അൻസാറുകൾ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ മദീനക്കാരായ ആളുകൾ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരോട് സംസാരിക്കുകയാണ്. എന്റെ സ്വഹാബ, 1000-ഓളം വരുന്ന ആളുകൾ സർവ്വ ആയുധങ്ങളും എടുത്ത് നമുക്കെതിരായി പോരാടാൻ വരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ കൂടെ നിൽക്കുമോ? അബൂബക്കർ റളിയല്ലാഹു അൻഹും ഉമർ തങ്ങളും എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, നബിയേ, ഞങ്ങൾ അങ്ങയോടൊപ്പം മരണം വരെ പോരാടാൻ തയ്യാറാണ്. അത് നബിക്ക് അറിയേണ്ടിയിരുന്നില്ല, കാരണം നബിയോടൊപ്പം പോകുന്ന ആളുകളല്ലേ, മുഹാജിറുകളല്ലേ. നബിക്ക് അറിയേണ്ടിയിരുന്നത് മദീനക്കാരുടെ പ്രതികരണം എന്താണ്. നിങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് ഞങ്ങളെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിയിടുകയാണോ? അപ്പോഴാണ് സഅദ് ഇബ്നു മുആദ് എഴുന്നേറ്റ് നിൽക്കുന്നത്. യാ റസൂലല്ലാഹ്, ഞങ്ങളെയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? പേടിക്കണ്ട നബിയേ, അങ്ങ് ഞങ്ങളുമായി മുന്നോട്ട് പോവുക, അങ്ങ് പോവുക, മുന്നോട്ട് പോവുക. അങ്ങ് ഞങ്ങളുമായിട്ടൊരു മലമുകളിൽ കയറിയാൽ ഞങ്ങൾ അങ്ങയുടെ പിന്നാലെ ആ മലമുകളിൽ കയറും നബിയേ. അങ്ങ് ഞങ്ങളുമായിട്ടൊരു കടലിലേക്ക് ഇറങ്ങിയാൽ ഞങ്ങളും അങ്ങയുടെ പിന്നാലെ കടലിൽ ഇറങ്ങും നബിയേ. അങ്ങയുടെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുന്നിലും പിന്നിലും നിന്ന് അങ്ങ് പോരാടണം യാ റസൂലല്ലാഹ്. 14-ാം രാവിലെ പൗർണമിയേക്കാൾ മനോഹരമായി അവിടുത്തെ മുഖം പ്രകാശിച്ചു. ഈ മനുഷ്യൻ വഫാത്താകുന്നത് 34-ാമത്തെ വയസ്സിലാണ്. 4 കൊല്ലേ ജീവിക്കാൻ പറ്റിയുള്ളൂ. ചെറുപ്പക്കാരൻ. അല്ലാഹുവിന്റെ റസൂൽ ആ മരണത്തെ കുറിച്ച് പറയാണ്, ഇഹ്തസ്സ അർശുർ റഹ്മാൻ ഫീ മൗതി സഅദ് ഇബ്നു മുആദ്. സഅദ് ഇബ്നു മുആദിന്റെ മരണത്തിൽ എന്റെ സ്വഹാബികളെ, അല്ലാഹുവിന്റെ അർശ് പോലും കുലുങ്ങിപ്പോയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അതുകൊണ്ട് നാം ഓരോരുത്തരും നമ്മുടെ നന്മകളെയാണ് പ്രഫുല്ലമാക്കാൻ ശ്രമിക്കേണ്ടത്. ആ നന്മകളുടെ ഗുണങ്ങൾ നമ്മളുടെ വീടുകൾ അനുഭവിക്കണം, നമ്മളുടെ മാതാപിതാക്കൾ അനുഭവിക്കണം, നമ്മളുടെ മക്കൾ ആ നന്മകൾ സ്വീകരിച്ച് ജീവിക്കണം. എനിക്കിവിടെ വലിയ അത്ഭുതം തോന്നുകയാണ്, സന്തോഷവും തോന്നുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യുവാക്കളും പ്രായമേറിയ ആളുകളൊക്കെ ഒരുമിച്ചാണ് നമ്മളുടെ നാടുകളിലുള്ള എല്ലാ നന്മകളും ഉണ്ടാക്കിയത്. എല്ലാ നന്മകളും ഓരോന്നിന്റെയും പിറകിൽ ചെറുപ്പക്കാരായ യുവ സഹോദരന്മാരുടെ കഠിനാധ്വാനമുണ്ട്, പ്രായമേറിയ ആളുകളുടെ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ദാറുൽ ഹുദാദിന്റെ വലിയ ഒരു തെളിവാണ് ബാപ്പുട്ടി ഹാജി എന്ന നിർമ്മലനായ ദീർഘദർശിയായ മനുഷ്യനെ നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. പഴയ തലമുറക്കൊക്കെ സുപരിചിതനായിരിക്കും. CH ഉസ്താദ് കുറച്ച് പ്രായമേറിയ ആളായിരുന്നു. 60-ലേറെ വയസ്സായിരുന്നു. 63 വയസ്സോ 64 വയസ്സോ ആയിരുന്നു വഫാത്താകുമ്പോ. അല്ലെ, ദാറുൽ ഹുദയുടെ ശില്പികളൊക്കെ കുറെ മുമ്പ് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ തിരിച്ചു വിളിച്ചിരുന്നു. MM ബഷീർ ഉസ്താദിനെ, CH ഉസ്താദിനെ. ബാപ്പുട്ടി ഹാജിയൊക്കെ പിന്നെ കുട്ടികളൊക്കെ ഹുദവികളായി ഇറങ്ങിയതിനു ശേഷമാണ് ലോകത്തോട് വിട പറഞ്ഞത്. അത് നമ്മളുടെ മുമ്പിൽ വലിയ തെളിവാണ്. എന്തിന്? ഇങ്ങനെയുള്ളവർ ഒന്നിച്ചു നിന്നാൽ ഈ ഉമ്മത്ത് അത് ഏറ്റെടുക്കും. ഏറ്റെടുത്ത എന്താ അതുകൊണ്ട് ഗുണം? കണ്ടില്ലേ, ദാറുൽ ഹുദയിൽ നിന്ന് പഠിച്ച് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇവിടെ വന്ന് വാഴ്ന്നു പറയാൻ കഴിയാണ്. സത്യത്തിൽ ദാറുൽ ഹുദയുടെ
ആ ഒരു ബഹുമാനപ്പെട്ട ഷാഫി ഹാജി അവർകൾ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കട്ടെ, നിർദ്ദേശിച്ചതനുസരിച്ചാണ് ഇന്ന് മറ്റൊരു പരിപാടി ഉണ്ടായിരുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിയിട്ട് എന്നെ അവര് വിളിക്കുമ്പോൾ റഫീഖ് അദ്ദേഹത്തിന്റെ അടുക്കൽ പോയിട്ട് അത് പറഞ്ഞ് എന്നെ അവര് ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ എനിക്കതിൽ മറുത്തൊന്നും പറയാനുള്ള വോയിസ് അവിടെ ഇല്ല, അങ്ങനെ പറയാൻ കഴിയില്ല. കാരണം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ 10 വയസ്സിൽ നമ്മൾ അവിടെ പോയിട്ട് ഈ 12 കൊല്ലം നമ്മളുടെ ആരോഗ്യവും സംരക്ഷിച്ച് നമുക്ക് അള്ളാഹുവിന്റെ ദീന് പറയാനുള്ള എല്ലാ അവസരവും ഒരുക്കി തന്നത് അവരാണ്.